students, welcome to the cooperative theory and practice. We are studying the subject in detail. In this class, we are going to discuss about the origin of cooperative movement and its definitions. Cooperation means working together. That means people living in a community are working together for their overall development. So this movement is a very old one since the development of human civilization. So there is a group instinct in the minds of human beings which promote them to live together, work together and help each other. So there is a ideology among the people to work together, to live together and help each other. Cooperation is nothing less than an economic system destined to supersede capitalism by mutual aid. So it is a movement developed against capitalism to serve the people against the exploitation by mutual aid. പരസ്പര സഹായം കൊണ്ട് മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരെ പോരാടാൻ വേണ്ടി തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. സോ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം അത് നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മതപരമായ അല്ലെങ്കിൽ വിവിധ സഭകളുടെ അല്ലെങ്കിൽ വിവിധ റിലീജിയസ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ മതവിശ്വാസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലോകത്ത് ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. In India, the principle of cooperation was practiced in the villages all over the country from the early stages of their life. ഗ്രാമങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനമുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക രൂപത്തിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ്, മോഡേൺ ഫോം ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ക്രിയേറ്റഡ് ബൈ ദ പീപ്പിൾ as a reaction against capitalism. ക്യാപിറ്റലിസത്തിനെതിരെയുള്ള മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ടു സോൾവ് ദ ടു ഇഷ്യൂസ്, വൺ പോവർട്ടി, അതർ വൺ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ പാവപ്പെട്ട ആൾക്കാരെ അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും അവരെ അസന്തുലിതാവസ്ഥയിൽ നിന്നും ഇൻഇക്വാലിറ്റിയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ഉടലെടുത്ത പ്രസ്ഥാനമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. So due to exploitation, there is distress among the workers. Workers are disappointed by the exploitation of capitalism. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ്, അതായത് പാവപ്പെട്ട ആൾക്കാരെ, വീക്കായിട്ടുള്ള ആൾക്കാരെ ചൂഷണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ലോകത്ത് ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേഷൻ ആസ് എ ന്യൂ ഫിലോസഫി ഡെവലപ്ഡ് ആസ് എ റിസൾട്ട് അഗൻസ്റ്റ് ക്യാപിറ്റലിസം ആൻഡ് ഇർറാഷണൽ ഇൻഇക്വാലിറ്റി. ഇർറാഷണൽ മീൻസ് ഇതാണ് യാതൊരു തത്വദീക്ഷയുമില്ലാത്ത ചൂഷണം അല്ലെങ്കിൽ അസമത്വത്തിനെതിരെ ഡെവലപ്പ് ചെയ്ത പ്രസ്ഥാനമാണ്. ദ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ യൂറോപ്പ്, സ്പ്രെഡഡ് ഓൾ ഓവർ ദ യൂറോപ്പ്, ദെൻ കെയിം ടു ദ അതർ പാർട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തെ ഏറ്റവും വലിയ വോളണ്ടറി ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. സ്വമേധയാ ഉള്ള പ്രസ്ഥാനമാണ് വോളണ്ടറി ഓർഗനൈസേഷൻ. സോ in some countries it support agriculture, some countries it support credit, in some countries it support the dairying, in some countries it support consumer goods. For example, in the whole world the cooperative movement is working for doing different business. For example, in Britain it is supporting consumer stores, in Germany it support agricultural credit societies, in Denmark it is providing support to dairy industry, in Israel it is giving support to farming, in Russia it is providing support to group farming. So in different part of the world, cooperative movement is supporting different areas based on the need of the country. In India, the movement played a very important role in the development of our country rural area. The movement covers the whole country and meets the credit requirements of the people in the society. ജനങ്ങളുടെ ക്രെഡിറ്റ്, അതായത് പിന്നെ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന കയ്യിൽ നിന്ന് കർഷകരെയും പാവപ്പെട്ട തൊഴിലാളികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു പ്രസ്ഥാനമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്.
Then let us discuss about definition. So the definition of cooperative movement was given by different experts in different contexts, because the cooperative movement developed in different countries based on different situations. So it is a philosophy. The experts in the different field explained it at their own real situation. So the definitions vary from country to country, from region to region, because it is a movement developed to solve a particular problem in their nation. Let us discuss some definitions. Holyoake, he made a definition. Cooperation is a voluntary concert with equitable participation and control among all concerned in any enterprise. So it is a voluntary organization with equitable participation, തുല്യമായ പങ്കാളിത്തം, and control among all concerned in any enterprise. ഒരു enterpriseൽ എല്ലാവരെയും തുല്യമായി പരിഗണിക്കുകയും അവർ സ്വമേധയാ അവരെ രൂപീകരിച്ചതുമായ ഒരു പ്രസ്ഥാനമാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇനി സിആർ ഫേ എന്ന് പറയുന്ന ഒരാളുടെ ഡെഫിനിഷനാണ്. Cooperative society is an association for the purpose of joint trading, originating among the weak, and conducted always in an unselfish spirit, on such terms that all who are prepared to assume the duties of membership may share in its rewards in proportion to the degree in which they make use of their own association. That is, it is an association for the purpose of joint trading. ജോയിന്റ് ട്രേഡിംഗ് ഒരുമിച്ചുള്ള ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഒറിജിനേറ്റിംഗ് എമംഗ് ദ വീക്ക്, അത് പാവപ്പെട്ടവരിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനമാണ്. കണ്ടക്റ്റഡ് ആൾവേസ് ഇൻ ആൻ അൺസെൽഫിഷ് സ്പിരിറ്റ്, അതാണ് സ്വാർത്ഥമല്ലാത്ത പരസ്പര സഹായത്തിൽ അധിഷ്ഠിതമായ മൂവ്മെന്റ്. പ്രിപ്പയർഡ് ടു അസ്യൂം ദ ഡ്യൂട്ടീസ് ഓഫ് മെമ്പർഷിപ്പ് ആൻഡ് ഷെയർ ഇറ്റ്സ് റിവാർഡ്സ്. സോ ദ റിവാർഡ്, ദ പ്രോഫിറ്റ് ഓഫ് ദ എന്റർപ്രൈസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ പ്രപ്പോർഷൻ ടു ദെയർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ അസോസിയേഷൻ. അപ്പോൾ ഒരു ട്രേഡിംഗ് സ്ഥാപനമാണ്. ഫോർ സപ്പോർട്ടിംഗ് ദ വീക്ക്, ദ പ്രോഫിറ്റ് ഓഫ് ദ അസോസിയേഷൻ വിൽ ബി ഷെയർഡ് among the members on the basis of their participation. Then Horace Plunkett, he made another definition. Self-help made self-effective by organization. Self-help made effective by organization. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ കൂടെ പരസ്പര സഹായം, മ്യൂച്വൽ ഹെൽപ്പ് നടപ്പാക്കുന്ന പ്രസ്ഥാനമാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. അപ്പം അവിടെ പറയുന്നത് ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിംഗ്. സോ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എയിംസ് ഫോർ ബെറ്റർ ഫാമിംഗ്, ബെറ്റർ അഗ്രികൾച്ചർ, ബെറ്റർ ബിസിനസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആൻഡ് ബെറ്റർ ലിവിംഗ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ളതാണ് ഹൊറൈസ് പ്ലങ്കറ്റ് പറയുന്ന മെയിൻ കൺസെപ്റ്റ്. കാൾബർട്ട് എന്ന് പറയുന്ന ആ ഡെഫിനിഷൻ, കോഓപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ wherein persons voluntarily associate together as human beings on the basis of equality for the promotion of economic interest of themselves. അപ്പോൾ voluntarily അവർ ജോയിൻ ചെയ്യുന്നു ആസ് ഹ്യൂമൻ ബീയിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി, എന്താണ് തുല്യതയാണ് അവിടുത്തെ അടിസ്ഥാന തത്വം. ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസെൽസ്, അവരുടെ തന്നെ ഉള്ള വളർച്ചയ്ക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി അവരൊരു സ്ഥാപനം ഉണ്ടാക്കുന്നു. അത് സ്വമേധയാ ഉണ്ടാക്കുകയാണ്. അതിന്റെ അടിസ്ഥാന തത്വം ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റി ഇതിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനമാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. Then another definition by Lambert. A cooperative society is an enterprise formed and directed by an association of users applying itself the rules of democracy and directly intended to serve both its own members and the community as a whole. കുറച്ചും കൂടി വൈഡായ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഇറ്റ് ഈസ് എ സൊസൈറ്റി, ഈസ് ആൻ എന്റർപ്രൈസ്, ഒരു പ്രസ്ഥാനമാണ്. ഫോംഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആൻ അസോസിയേഷൻ ഓഫ് യൂസേഴ്സ്. അപ്പോൾ അത് രൂപീകരിച്ചത് ആരാണ്? അത് താല്പര്യമുള്ളവർ, അവർ തന്നെ സ്വമേധയാ ഉണ്ടാക്കിയതാണ്. അപ്ലൈയിങ് ഇറ്റ് സെൽഫ് ദ റൂൾസ് ഓഫ് ഡെമോക്രസി, വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ, ആൻഡ് ഡയറക്ട്ലി ഇന്റൻഡഡ് ടു സെർവ് ബോത്ത് ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ് ആൻഡ് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ തന്നെ സഹായിക്കുക. സിമിലർലി ദേ ആർ ഫോക്കസിങ് ദ സൊസൈറ്റി ആൾസോ, കമ്മ്യൂണിറ്റി ആൾസോ. അപ്പം മെമ്പർമാരെയും സമൂഹത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് VL മേത്ത. ഹി ഈസ് എ റിനൗണ്ട് പേഴ്സൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള കോഓപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് VL മേത്ത, വൈകുണ്ഠലാൽ മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പൂന, അദ്ദേഹത്തിന്റെ മെമ്മോറിയലാണ്. അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ട്. Cooperation is a vast movement
which promotes voluntary association of individuals having common needs who combine towards the achievement of common economic ends. അപ്പോൾ വാസ്റ്റ് മൂവ്മെന്റ് വിച്ച് പ്രൊമോട്ട് വോളണ്ടറി അസോസിയേഷൻ, സ്വമേധയുള്ള മെമ്പർഷിപ്പ് അസോസിയേഷനാണ്. കോമൺ നീഡ്സ്, അവർക്ക് മെമ്പർമാർക്കെല്ലാം ഒരേ താല്പര്യമാണ്. എന്താണ് കോമൺ നീഡ്സ്? ഹു കമ്പൈൻ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് കോമൺ എക്കണോമിക് എൻഡ്സ്. So their common needs are focusing to a common objective, common economic end. മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തികമായ ഒരു വ്യവസ്ഥിതിയിലേക്ക് അതിനെ മാറ്റുക. It is a movement promotes voluntary association for combining their efforts to some common economic objective. The last definition given by Indian Cooperative Societies Act of ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനത്തെ കൺട്രോൾ ചെയ്യുന്ന ആക്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. A cooperative society is a society which has its object the promotion of economic interest of its members in accordance with cooperative principles. So it is a society, ഒരു സമിതിയാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. which has its object the promotion of economic interest of members. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മെമ്പർമാരുടെ സാമ്പത്തികമായ വളർച്ചയാണ്. So the society aims for the economic interest, economic development of its members in accordance with the cooperative principles. അപ്പം മെമ്പർമാരുടെ ഇതിൽ നിന്ന് അവരുടെ ഉത്ഭവിച്ച് അവരുടെ ഉന്നതിക്ക് വേണ്ടി കോഓപ്പറേറ്റീവ് തത്വങ്ങളിൽ അധിഷ്ഠിതമായി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു സൊസൈറ്റിയാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ സം കൺസെപ്റ്റ്സ്. എന്തൊക്കെയാണ്? വോളണ്ടറി അസോസിയേഷനാണ്, ഡെമോക്രാറ്റിക് ആണ്, എന്താണ് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്, സെർവിങ് ദ സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് ഓഫ് മെമ്പേഴ്സ് ആണ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദെയർ ആക്ടിവിറ്റീസ് ആണ്. അപ്പം ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. We will discuss the features of cooperative movement in the next class. Thank you.